ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെ ന്യൂസിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും മഴ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ അത് മാത്രമേ കാണാനും കേൾക്കാനും ഉള്ളൂ. എല്ലാവരും സേഫാന്ന് വിശ്വസിക്കുന്നു. കാരണം ഇനിയും മഴ കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക. കൺട്രോൾ റൂംസ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പൊ അതിന്റെ നമ്പേഴ്സ് ഒക്കെ ഫോണിൽ ഓൾറെഡി സേവ് ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ പിന്നെ പാനിക് ആവരുതല്ലോ. ഇവിടെയും നല്ല മഴയാണ് 2 ദിവസമായിട്ട്. പക്ഷെ വീടുള്ളത് കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് വെള്ളം കയറുന്ന ഒരു ഇഷ്യൂ മാത്രമില്ല. പക്ഷെ താഴെ റോഡും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് തന്നെയാണ്. ഇവിടെ അടുത്തുള്ള ഏരിയയിലൊക്കെ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഹെവി മഴ കാരണം സൺഡേ നടക്കാനിരുന്ന സെറ്റ് എക്സാം വരെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സാറ്റർഡേ നടന്ന 10th പ്രിലിംസിന്റെ സ്റ്റേജ് 3 and 4 മഴ കാരണം വെള്ളമൊക്കെ കയറി റോഡ് ബ്ലോക്ക് ആയിട്ട് കുറെ പേർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു റീസൺ കാരണം എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് എന്തായാലും സെക്കൻഡ് ചാൻസ് തരുന്നുള്ളത് PSC ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എക്സാം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് അത്രയും ടെൻഷൻ കുറഞ്ഞില്ലേ എന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ. മഴ കാരണം എനിക്ക് മാത്രം എക്സാം എഴുതാൻ പറ്റിയില്ല, ബാക്കി എല്ലാവരും എഴുതിയല്ലോ, അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ ഈ കിട്ടിയ സെക്കൻഡ് ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, റിവിഷൻ ചെയ്യുക. ഇനി ഏതെങ്കിലും ഏരിയാസിൽ എത്താത്തതുണ്ടെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നുകൂടി ഒന്ന് പഠിച്ച് സെറ്റ് ആക്കുക. എന്നിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ മൈൻഡിനെ സെറ്റ് ആക്കി മാക്സിമം റിവിഷൻ ചെയ്ത് റെഡി ആയിരിക്കാം. ഇനിയും ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇത് എക്സാം ഡേ വ്ളോഗാണ്. എക്സാമിന്റെ അന്ന് മോർണിംഗ് ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റത്. കാരണം എല്ലാവരും ചെയ്യുന്ന പോലെ ഈ തലേന്ന് ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ച് പിന്നെ പുലർച്ചയ്ക്ക് വീണ്ടും എണീറ്റ് ഒരു ജസ്റ്റ് 2-3 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടൊന്നും എനിക്ക് ഒരു എക്സാം എഴുതാൻ പോകാൻ പറ്റില്ല. റീസൺ വേറൊന്നും കൊണ്ടല്ല, ഉച്ചയ്ക്കല്ലേ എക്സാം. അപ്പം പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാതെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ ഉറക്കം വന്നാലോ എക്സാമിന്റെ ഇടയിൽ നിന്ന് ആലോചിച്ചാണ് എനിക്ക് ടെൻഷൻ. എന്റെ മൈൻഡ് അങ്ങനെ കണ്ടീഷൻഡ് ആണ്. ഒരു 8 hours ഒക്കെ എക്സാമിന്റെ തലേന്ന് ഉറങ്ങിയാലേ ഉള്ളൂ എനിക്ക് ത്രൂ ഔട്ട് ദ ഡേ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, എന്റെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് എന്റെ ബ്രെയിൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അന്നും ആസ് യൂഷ്വൽ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ എണീറ്റ് ഒരു 6:30 ആകുമ്പോഴാണ് പഠിക്കാനിരുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ മാത്സ് ആണ് നോക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മാത്സ് അല്ലേ എനിക്കറിയാം, 10th ലെവൽ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓവർ കോൺഫിഡന്റ് ആയിട്ട് മാറ്റി വെച്ചിരുന്നു. അന്ന് എക്സാമിന്റെ എന്തെങ്കിലും ജസ്റ്റ് ക്വിക്ക് റിവിഷൻ ചെയ്യാന്നുള്ള രീതിയിൽ ആസ് യൂഷ്വൽ ചെറിൻ സാറിന്റെ വീഡിയോ കണ്ടു. അതിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി നോക്കുന്നുണ്ട്, മഴ കൂടുന്നുണ്ടോ. എക്സാം എങ്ങാനും അത് കാരണം പോസ്റ്റ്പോൺ ചെയ്താലോ, രാവിലെ 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്നിട്ട് രാവിലെ നോട്ടിഫിക്കേഷൻ വന്നാലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിട്ട്, അയ്യോ എക്സാം ഒന്ന് മാറ്റി വെക്കല്ലേ, ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതിനിടയിൽ ഞാൻ പോയി ഒരു ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ മാത്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഞാനൊരു ടീ ഒരു കോഫി പേഴ്സൺ ഒന്നല്ല. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ കോഫി മാത്രമേ കുടിക്കുള്ളൂ. എനിക്ക് നോർമൽ ചായ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. കാരണം എല്ലായിടത്തും നോക്കിയാലും ഇപ്പം ചായ ലവേഴ്സിന് മാത്രമേ കാണാനുള്ളൂ. മോർണിംഗ് കണ്ട ജെറിൻ സാറിന്റെ വീഡിയോ ഒന്നും എനിക്ക് ആക്ച്വലി ടൈം സേവ് ചെയ്യാൻ പറ്റി. 2 ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് കട്ട് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാനൊരു ലോങ് മെത്തേഡാണ് ഈ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത് കണ്ടുകൊണ്ട് എനിക്ക് ആ ഒരു ഷോർട്ട് കട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എക്സാമിന് ചെയ്യാനും പറ്റി. അവിടെ ഞാൻ ടൈം സേവ് ചെയ്തു ആക്ച്വലി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2 ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയി. എക്സാം കഴിഞ്ഞിട്ട് മാത്സിൽ 20 മാർക്സ് എക്സ്പെക്ട് ചെയ്ത ഞാൻ വീട്ടിൽ വന്ന ആൻസർ കീ നോക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് 2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി എന്നുള്ളത്. എനിക്ക് അറിയാതെ ഞാൻ മിസ്റ്റേക്ക് പറ്റി തെറ്റിയതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ ഇൻവിജിലേറ്റർ വരില്ല. അപ്പൊ മാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഒന്നും ആൻസേഴ്സ് ഒന്നും മാർക്ക് ചെയ്ത് ക്വസ്റ്റ്യന്റെ പേജിലൊന്നും എഴുതരുത്, നമുക്ക് റഫ് സ്പേസ് തന്നില്ല, അവിടെ മാത്രമേ എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ക്വസ്റ്റ്യൻ നോക്കി ഞാൻ ബാക്കിലോട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ എങ്ങനെ നൈസായിട്ട് തെറ്റിച്ചാണ് എഴുതിയത്. സ്വാഭാവികമായിട്ടും എൻ്റെ ആൻസറും പൊട്ട തെറ്റായിരുന്നു. പക്ഷെ എനിക്ക് സങ്കടപ്പെടേണ്ടി വന്നില്ല, കാരണം എൻ്റെ ആൻസർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് കോൺഫിഡന്റ് ആയിട്ട് മാർക്ക് ചെയ്തിങ്ങോട്ട് വന്നു. പക്ഷെ അത് തെറ്റിപ്പോയി. അപ്പൊ അതിനിടയിൽ ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം പോവാം, ഓൾമോസ്റ്റ് സമയം. സെന്റർ ഇവിടുന്ന് അടുത്താണ്, ഒരു 20 മിനിറ്റ് മാക്സിമം അരമണിക്കൂറുള്ളൂ ബസ്സിന് പോവുകയാണെങ്കിൽ പോലും. ഞാൻ എന്താ നേരത്തെ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് സെന്ററിൽ എത്തിയിട്ട് വേണം പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാനായിട്ട്. അതാ ഞാൻ വേഗം പോകുന്നത്. പിന്നെ ഞാൻ വെറുതെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുത്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നതല്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കേട്ടു നോക്ക്. എക്സാം ഡേ അല്ലേ, സോ അപ്പൊ ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുമ്പോഴും ക്ലാസ്സസ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, മൻസൂർ സാറിന്റെ ക്ലാസ് അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ബാഗൊക്കെ സ്പീഡായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബുക്ക് ഞാൻ വെറുതെ വെച്ചു, ടൈം ഉണ്ടായില്ല നോക്കാം, പക്ഷെ എന്നാലും വെച്ചു. പിന്നെ പെന്നും ID കാർഡും ഹോൾ ടിക്കറ്റ് ഞാൻ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം
സെൻറ്റർ മാറിപ്പോയിട്ട് അവിടെ എത്തിയിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാനിത് എക്സാമിന് പോകാൻ വേണ്ടി റെഡിയായി. എന്നോട് തന്നെ ഞാൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എക്സാം സെൻറ്ററിൽ ഞാൻ കറക്റ്റ് 1 o'clock ആയപ്പോഴാണ് എത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ വേഗം അതിന് ഓപ്പോസിറ്റ് ഒരു സ്ഥലത്ത് നിന്ന് ലഞ്ചും കഴിച്ചു. പിന്നെ ഞാൻ നേരെ എക്സാമിന് ഓടിക്കയറി. പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അത് ഞാൻ തിരിച്ചു വന്നു. വീട്ടിലെത്തിയപാട് ഞാൻ ആൻസർ കീ ഒക്കെ നോക്കി. എനിക്ക് ടെൻഷൻ ആയിട്ടാണോ എന്താണെന്നറിയില്ല, നല്ല തലവേദന ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കിടന്നുകൊണ്ടാണ് ആൻസർ കീ ഒക്കെ നോക്കിയത്. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്ത് ഫോൺ നോക്കി ഇങ്ങനെ കിടന്നു. പിന്നെ എല്ലാം കഴിഞ്ഞു. ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഒരു 9:20 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം, പിന്നെ തെറ്റിപ്പോയതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ട് പ്രിക്ടറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് പിന്നെ ഞാൻ ആൻസർ കീ ചെക്ക് ചെയ്തത്. കാരണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലോ എങ്ങാനും മാർക്ക് കൂടിയാലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ അതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ എനിക്ക് മിസ്റ്റേക്സ് പറ്റിയതും അതുപോലെ തന്നെ ഒട്ടും അറിയാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ദാറ്റ് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇനി മെയിൻ കാര്യത്തിലേക്ക് വരാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ടു ഈസിയും അല്ല ടു ടഫും അല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. GK നോക്കുന്ന സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കേരള റിനൈസൻസ്, കേരള ഹിസ്റ്ററി, പിന്നെ അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓപ്ഷൻ തന്നെ എലിമിനേഷൻ ടെക്നിക്ക് വഴി ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ചിലതൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് സെന്റൻസും വായിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ ഒന്നാമത് എക്സാം പോലൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ ഇരുന്ന് എഴുതുമ്പം എന്തായാലും തെറ്റിപ്പോവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സയൻസിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്രം സയൻസിൽ കുറച്ചൊന്ന് ആലോചിച്ച് ടൈം എടുത്ത് ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. മാത്സ് പിന്നെ 4 സ്റ്റേജസിലും ഒരുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. 18 അല്ലെങ്കിൽ 19 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളും 1 or 2 ക്വസ്റ്റ്യൻസ് മാത്രം ചെറിയൊരു ട്വിസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. 4 സ്റ്റേജസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് ടഫ് എന്ന് ചോദിച്ചാൽ സ്റ്റേജ് 1 ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റീസൺ വേറൊന്നും കൊണ്ടല്ല, സ്റ്റേജ് 3 and 4 എഴുതിയ ആൾക്കാർക്ക് ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. സ്റ്റേജ് 1 and 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഫോക്കസ് ഏരിയ നോക്കി പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള ഒരു ടൈമും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രൊവിഷനും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രിവിലേജ് സ്റ്റേജ് 1 കിട്ടിയിട്ടില്ല. ഇനിയും ഒരു എക്സാം കൂടെ നടക്കാനുണ്ട്. അപ്പം നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്തൊന്നും പറയാനായിട്ടില്ല. പിന്നെ എല്ലാം PSCന്റെ കയ്യിലാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നോർമലൈസേഷൻ ഉണ്ടാവോ, ഏതൊക്കെ സ്റ്റേജസിന് ഉണ്ടാവും എന്നുള്ളത് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും അതൊന്നും ഇനി ഓർത്ത് വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം എക്സാം കഴിയേണ്ടത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഏതൊക്കെ സ്റ്റേജസ് ആയിരുന്നു, എക്സാം കഴിഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ കമൻറ്റ് ചെയ്യുക. എൻ്റെ മാർക്സ് ഇതാ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 82 കറക്റ്റ് ആൻസേഴ്സും 10 നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഞാൻ അത്ര നെഗറ്റീവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. മാത്സിൽ തന്നെ എനിക്ക് 2 നെഗറ്റീവ് വന്നു. അതെനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നി. പക്ഷെ എന്തായാലും പോട്ടെ, കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻസിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് മെയിൻസിന് പഠിക്കണോ, എത്ര മാർക്കായിരിക്കും കട്ട് ഓഫ് എന്നൊക്കെ ഉള്ളത്. കട്ട് ഓഫ് ഒക്കെ പ്രവചിച്ച് കുറേ ചാനൽസും കുറേ ആൾക്കാരും വരും. പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കുക. നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പഠിത്തം കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. റിസൾട്ടിൻ്റെ കാര്യം ഇപ്പം ആലോചിച്ച് വറീഡ് ആവേണ്ട കാര്യമില്ല. എന്തായാലും പ്രിപ്പയർ ചെയ്യുക. ഈ എക്സാം അല്ലെങ്കിൽ VFA അല്ലെങ്കിൽ വരുന്ന LDC ഏതെങ്കിലും എക്സാമിന് അതെന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും, മെയിൻസിന് കിട്ടിയില്ലെങ്കിൽ പോലും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ബൈ.